മിസ്റ്റർ അരവിന്ദാക്ഷൻ, നിങ്ങളൊരു വക്കീലിനെ കൊണ്ടുവന്ന് പേടിപ്പിച്ച ആകാശ് ഇവിടെ ഞങ്ങൾ താഴേക്ക് വീഴുന്നു പ്രതീക്ഷിച്ചോ? ഒരു കാര്യം ഞാൻ എല്ലാവരോടുമായിട്ട് പറയാ, പ്രത്യേകിച്ചും അരവിന്ദാക്ഷനോടും വേണുഗോപനോടും. നിയമത്തിന്റെ പരിരക്ഷ എന്നും പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീക്കാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കൂട്ടിക്കയറ്റി നിർത്തി അവഹേളിക്കാനൊന്നും പറ്റില്ല. അകാരണമായ ഉപദ്രവം സഹിക്കവയ്യാതെ ഗാർഹിക പീഡനത്തിന് അംബിക ഒരു പെറ്റീഷൻ എഴുതി കൊടുത്താൽ അകത്തു പോകും വേണുഗോപ. IPC 498 ഒക്കെ ഒന്ന് എടുത്തു വായിച്ചു നോക്കുന്നത് നല്ലതാ. സ്ത്രീക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിൽ ഒന്ന് നോക്കുകയോ ഒരു വാക്ക് സംസാരിക്കുകയോ ചെയ്യുന്നത് പോലും കുറ്റകരമാണ്. ഈ വയസ്സുകാലത്ത് ജയിലഴി എണ്ണണോ അരവിന്ദാക്ഷ? ആലോചിച്ച് നോക്ക്. ആലോചിക്കാനൊന്നുമില്ല. ജയിലിൽ പോയി കിടക്കാനൊന്നും ഇങ്ങേര് തയ്യാറാകില്ല. വക്കീല് പറ, എന്താ ചെയ്യേണ്ടത്? അംബിക ആവശ്യപ്പെടുന്നത് ഒന്നേ ഉള്ളൂ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു ജോയിന്റ് പെറ്റീഷൻ. അതിൽ ഒപ്പിട്ട് കൊടുക്കണം. അത് ഒന്നുകൂടെ. നോ മോർ ആർഗ്യുമെന്റ്സ്. മോളെ, മൈന മോളെ, മരുന്നെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. കൃത്യസമയത്ത് തള്ള മരുന്നൊക്കെ തരുമോ? പിന്നെ ഞാനല്ല, താനാണോ കൊടുക്കുന്നത്? ആവശ്യമില്ലാതെ എന്റെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. രണ്ടുപേരും എപ്പോഴും എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? എനിക്കെന്താ തന്നെ എടുത്ത് കഴിക്കാൻ അറിയില്ലയോ? മോളെ, ഹരിസാർ വിളിച്ചിരുന്നോ? ഉവ്വ്, വിളിച്ചിരുന്നു. എനിക്കൊന്ന് വിളിക്കണം. എന്താ അത്യാവശ്യം? അല്ല, ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുമ്പോ പതിവില്ലാത്ത ഒരുത്തൻ വെറുതെ പരിചയം കാണിച്ചു. പിന്നെ എന്റെ പിറകെ വന്ന് ലോഹ്യം പറഞ്ഞു. അവന്റെ ലക്ഷ്യം മോൾ എവിടെ ഉണ്ടെന്ന് അറിയാനായിരുന്നു. ഞാനോ? മോൾ എവിടെ ഉണ്ടെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രതയായിരുന്നു അവന്. പേര് ചോദിച്ചില്ലേ? പേര് സിദ്ദിഖെന്നാണ് പറഞ്ഞത്. അത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. അവന് എന്തോ ഒരു പരിങ്ങലുണ്ടായിരുന്നു. എന്തായാലും ഹരിസാറിനെ ഒന്ന് അറിയിക്കണം. ഓ, അതൊന്നും ഇനി പറയണ്ട. ആരെങ്കിലും ഒന്ന് തിരക്കിന്ന് കരുതി അത് വലിയ കാര്യമാക്കേണ്ടതുണ്ടോ? ഹരി ഫോൺ വെച്ചിട്ട് എവിടെ പോയി? ലോനപ്പൻ. സാറേ, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഒരുത്തർ സാറിന്റെ അനിയത്തി എവിടാ എന്താന്നൊക്കെ ചോദിച്ചു. അല്ല സാറേ, സാറേ കട്ടായോ? ഹലോ, കേൾക്കുന്നുണ്ട്, പറ. ഇതാരാ? ഹരിസാറിന്റെ നമ്പർ അല്ലേ? നമ്പറൊക്കെ അത് തന്നെയാ. അപ്പൊ ഇതാരാ? എനിക്ക് ലോനപ്പന്റെ ശബ്ദം മനസ്സിലായല്ലോ. ലോനപ്പന് എന്റെ ശബ്ദം മനസ്സിലാവാത്ത എന്താ? ഡോക്ടർ അല്ലേ? ആരാ ഹരിയുടെ സഹോദരിയെ കുറിച്ച് ചോദിച്ചത്? അല്ല അല്ല, അത് മാനസ കുഞ്ഞിനെ കുറിച്ച്. ആരാ ചോദിച്ചത്? ആരോ ഒരാള്. വയ്ക്കട്ടെ. നിക്ക്. ആരോ ഒരാൾ ലോനപ്പനോട് മാനസയെ കുറിച്ച് ചോദിക്കാൻ കാരണം എന്താ? എനിക്കറിയില്ല, ചുമ്മാ ഒന്ന് ചോദിക്കായിരുന്നു. വയ്ക്കട്ടെ. ലോനപ്പൻ ഇപ്പൊ എവിടെയുണ്ട്? ഞാനിവിടെ ഇല്ല. ഇപ്പൊ ഏത് സ്റ്റേഷനിലാ ഡ്യൂട്ടി? ഇപ്പോഴും സെക്യൂരിറ്റി ചാർജ് ആണോ? അതെ, സെക്യൂരിറ്റിയാ. ആരുടെ? അത് ആരുടെ സെക്യൂരിറ്റിയാ? ഹലോ ഹലോ, എവിടെ ഇപ്പോ? ഹലോ, കേക്കുന്നില്ല.
കള്ളക്കളിയുണ്ടല്ലോ. ഈ മൊബൈൽ ഇവിടെ വെച്ചിട്ട് എവിടെ പോയതാ? ഞാൻ മുറ്റത്തുണ്ടായിരുന്നു. നമ്മുടെ പഴയ സെക്യൂരിറ്റി ഇല്ലേ, ലോനപ്പൻ? ആ, അയാളിപ്പോ എവിടെയാ? അയാള് ലോങ് ലീവില്ല. പൊതുവെ പണിയെടുക്കാൻ മടിയാണല്ലോ. ഹരി ആളെ കാണാറുണ്ടോ? ഇല്ല. ഇപ്പൊ വിളിച്ചിരുന്നു ഇങ്ങോട്ട്, ഞാൻ അറ്റൻഡ് ചെയ്തു. എന്തിന്? ഒഫീഷ്യൽ ഫോൺ അത്, വേറെ ആരും അറ്റൻഡ് ചെയ്യരുത്. പേര് ലോനപ്പൻ കണ്ടപ്പോ എടുത്തുന്നേ ഉള്ളൂ. എന്നിട്ട് എന്തു പറഞ്ഞു അയാള്? ഒന്നും പറയാതെ ഉരുണ്ട് കളിക്കുന്ന പോലെ തോന്നി. ഒരാള് വന്ന് ഹരിയുടെ അനിയത്തെ കുറിച്ച് ചോദിച്ചു എന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇറങ്ങുമ്പോ. ആര്? അതറിയില്ല, മാനസയെ കുറിച്ചാ ചോദിച്ചെന്ന് പറഞ്ഞു. അയാള് സംസാരത്തില് പകുതി വിഴുങ്ങുന്നുണ്ടായിരുന്നു, എന്തോ മറച്ചു വെക്കുന്ന പോലെ. പിന്നെ ഈ മെഡിക്കൽ സ്റ്റോറിന് മുന്നിൽ എന്നൊക്കെ പറയുന്നത് കേട്ടാ തോന്നും ഇതെല്ലാം നേരത്തെ ഹരിക്ക് അറിയാവുന്നതാണെന്ന്. അവസാനം ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഒരു കള്ളത്തരം പോലെ. അതൊക്കെ നിനക്ക് തോന്നുന്ന? അല്ല, മൊത്തത്തിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മൊത്തത്തിൽ. എന്തു പറ്റി സിദ്ധു? ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് വിശ്വസിക്കും. എന്നുവെച്ചാ സിദ്ധുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുമല്ലേ. വിഷമിച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താന്ന് പറ. വിഷമിച്ചിട്ടൊന്നുമല്ല മനസ്സേ, ഇതിപ്പോ വെറുതെ ഒരു സംശയം. വെറുതെ അല്ല, കാര്യമായിട്ട് തന്നെ ഒരു സംശയം. എന്താ? അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് മൈന എവിടെ പോയിന്ന് അറിയില്ല എന്നാ പറയുന്നത്. ഒരു സ്ത്രീ വന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിന്നും പറയുന്നു. ശരിയല്ലേ? അതെ. എന്താ ഇപ്പോ അതിനെക്കുറിച്ചൊരു സംശയം? അതിനെക്കുറിച്ചല്ല സംശയം, അത് ചിലപ്പോ വാസ്തവായിരിക്കാം. പക്ഷേ അവള് പോയത് എങ്ങോട്ടാ, അതാ എന്റെ സംശയം. മനസ്സിലായില്ല. മനസ്സേ, അവളെ കാണാനില്ലെന്നും പറഞ്ഞ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതാ. ഹരിയേട്ടന്റെ അനിയത്തിയായിട്ട് പോലും പ്രോപ്പറായിട്ടൊരു അന്വേഷണം നടന്നിട്ടില്ല. അതെന്താ കാര്യം? പോലീസ് എന്തുകൊണ്ടാ താല്പര്യം കാണിക്കാത്തത്? ഹരിയേട്ടൻ കൂടുതൽ പ്രഷർ കൊടുത്ത് കാണില്ല. അവളെ കൊണ്ട് മടുത്ത് കാണുക ഹരിയേട്ടൻ. എത്ര കാലമെന്ന് വെച്ചാ ഇങ്ങനെ അവൾ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് പുറകെ നടക്കുന്നേ. അല്ല, സിദ്ധു എന്തിനാ ഇതൊക്കെ ഓർത്ത് തലമുണ്ടാക്കുന്നേ? അതല്ല മനസ്സേ, എന്തോ ഒളിച്ചുകളി നടക്കുന്ന പോലെ. മുമ്പ് ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിന്നിരുന്ന ഒരു ലോനപ്പൻ സാറല്ലേ? സെക്യൂരിറ്റി അങ്കിള്. അദ്ദേഹത്തെ ഇന്ന് ഞാൻ മെഡിക്കൽ സ്റ്റോറിന് മുന്നിൽ വെച്ച് കണ്ടിരുന്നു. ഈ പ്രഗ്നൻസി പീരീഡ് കഴിക്കേണ്ട ചില മരുന്നുകളും ടോണിക്കും ഒക്കെ ആയിരുന്നു അയാളുടെ കയ്യില്. ചോദിച്ചപ്പോ വല്ലാത്തൊരു പരിങ്ങല്. എന്താ സിദ്ധുവിന്റെ മനസ്സില്? ഞാൻ കൺഫ്യൂസ്ഡാ മനസ്സേ. ഹരിയേട്ടന്റെ ഏറ്റവും വിശ്വസ്തനായി ലോനപ്പൻ സാറെന്ന് നീ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്താ സിദ്ധു? എങ്കിൽ മനസ്സ് ഉറപ്പിച്ചോളൂ, ഹരിയേട്ടൻ അറിയാം മൈന എവിടെയുണ്ടെന്ന്. ആശേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിൻ്റെതായ അർത്ഥത്തിലും വ്യാപ്തിയിലും നീ അത് മനസ്സിലാക്കണം. ഇത്രയും കട്ടിയുള്ള വാക്കുകളൊന്നും വേണ്ട, മനസ്സിലാവുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞാ മതി. എന്താ പറയേ? എനിക്ക് പ്രായമായി. അത് പറയാതെ അറിയാവുന്ന കാര്യമല്ലേ? പറഞ്ഞു വന്നത് മുഖവരെയാണ്, കാര്യത്തിലേക്ക് കടന്നിട്ടില്ല. കടക്കൂ. എനിക്ക് പ്രായമായി. അതല്ലേ ഇപ്പൊ പറഞ്ഞത്. ഒന്ന് മിണ്ടാ നിക്ക് അർജുന. മുത്തശ്ശൻ പറ. ഒന്നും നേടാതെ പാഴായി പോയൊരു ജന്മോ എന്റത്. ചെറുപ്പം വെറുതെ ചിരിച്ചും കളിച്ചും കടന്നുപോയി.
ഇത്രയും പ്രായമായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കറിയില്ല. ഓരോ മേടത്തിലെ തിരുവാതിരയ്ക്കും ഓരോ വയസ്സ് കൂടി വരും. ഇപ്പോഴും മനസ്സ് ചെറുപ്പമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം മനസ്സ് നരച്ചു തുടങ്ങി. അതുകൊണ്ട് പറയാ, ഇന്നത്തെ ഞാൻ നാളത്തെ നിങ്ങളാണ്. എനിക്ക് ശേഷം ചില സമയത്ത് വർത്തമാനം കേട്ട ബുദ്ധിജീവികൾ മാറി നിൽക്കും. മനസ്സിലാവുന്ന രീതിയിൽ പറയൂ. എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് ശേഷം ഈ കുടുംബം അന്യം നിന്ന് പോകരുതെന്നല്ലേ മുത്തച്ഛൻ ഉദ്ദേശിച്ചത്? അതെ, തലമുറകളെ സൃഷ്ടിച്ച് അവർക്ക് വഴിമാറി കൊടുക്കേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അർജുന, മൈനെ ഇനി നിനക്ക് കിട്ടില്ല. കിട്ടിയാലും അവളെ ഇനി നമുക്ക് വേണ്ട. നീ മറ്റൊരു വിവാഹം കഴിക്കണം. പെണ്ണ് കിട്ടണ്ടേ? അവളൊരുത്തിക്ക് വേണ്ടിയാ ജീവിച്ചത്. അവളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഈ നാട്ടിൽ പാട്ടാ. ഇത് വിശ്വസിച്ച് ആരാ എനിക്ക് പെണ്ണുതരാ? അതൊക്കെ കിട്ടും. ഈ മലയാളക്കരയിൽ പെണ്ണിനാണ് പാട്. ആൺ ഒരുമ്പെട്ടിറങ്ങിയാൽ അറപ്പരേന് തമ്പുരാട്ടിമാർ വരെ ഇറങ്ങി വരും. അത് പണ്ട് കണ്ണ് കാണിച്ച് കമലാക്ഷിമയെ കൂടെ കൊണ്ടുവന്ന കാലല്ലത്. പെമ്പിള്ളേർക്കൊക്കെ വിവരം വെച്ചു. അതൊന്നും അല്ലടാ, മുത്തച്ഛൻ പറഞ്ഞതിലുണ്ട് കാര്യം. പ്രായം കടന്നു പോകുന്നത് തിരിച്ചറിയണം. കല്യാണം ആലോചിക്കാം, നടക്കും. മുത്തച്ഛൻ പറഞ്ഞതുപോലെ ഒന്നും നേടാതെ പാഴായി പോയൊരു ജന്മം എന്റേത്. നിനക്കെങ്കിലും ആ അവസ്ഥ വരരുത്. എടാ വേണു, നീ എന്താ വിളി കേൾക്കാത്തത്? ഇത്ര അടുത്ത് നിൽക്കുമ്പോ വിളി കേൾക്കണോ? കാര്യം പറഞ്ഞ പോരെ? അച്ഛന് സുപ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് നിന്റെ ഭാവിയെ ബാധിക്കുന്നതാണ്. ഇതെന്താ ഒരുമാതിരി നാടകം മാതിരി? മനുഷ്യര് പറയും പോലെ മസിൽ വിട്ടിട്ട് കാര്യം പറയാച്ചാ. എന്റെ പൊന്നു മോനെ, നീ ആ ഡൈവേഴ്സിന്റെ പേപ്പറിലും ഒപ്പിട്ടുകൂടെ, മനസമാധാനം കിട്ടുമല്ലോ. അത് നടക്കില്ല. നീ എന്നു മുതലാ വേണു ഇങ്ങനായത്? ഞാൻ പറയുന്നതിന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറാത്ത ചെറുക്കനായിരുന്നല്ലോ നീ. ആയിരുന്നു, ഇപ്പോഴും അതെ. അച്ഛനാ മാറിപ്പോയത്. ഞാൻ എന്ത് മാറിയെന്നാ നീ പറയുന്നത്? അച്ഛനിപ്പോ ഞാൻ പറയുന്നതല്ലോ വിശ്വാസം, ഗീതു പറയുന്നതല്ലേ. പെങ്ങളുടെ മോളെ കൊണ്ട് നടന്നു. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാ ഒക്കുവോ? ആ വക്കീലൊന്ന് പറഞ്ഞേച്ചു പോയത് നീയും കേട്ടതല്ലേ? ജോയിന്റ് പെറ്റീഷനിൽ ഒപ്പിട്ടില്ലെങ്കിൽ അമ്പിയ വേറെ കേസ് കൊടുക്കും. ഡൈവേഴ്സ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അവൾ ഗാർഹിക പീഡനം എന്നൊക്കെ പറയും. ഞാനും നീയും അകത്താവും. അതൊക്കെ ശരിയാ, പക്ഷെ ഒപ്പിട്ട് കൊടുത്ത അമ്പയും കുഞ്ഞിനെ ഒഴിവാക്കിയാലേ ഗീതു എന്റെ തലയിലാവില്ലേ? ഞാൻ ആരുടെയും തലയിലൊന്നും ആവില്ല. ഇഷ്ടമില്ലാത്തവരുടെ കൂടെ ജീവിക്കാൻ വലിയ പാടാ. ഞാനൊരു ഉപദ്രവത്തിനും വരുന്നില്ല. വേണമെങ്കിൽ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോളാം. വളരെ നല്ലത്. ഈ ബുദ്ധി നിനക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ എനിക്ക് എത്ര മനസ്സമാധാനം ഉണ്ടായിരുന്നു. എന്ത് വേണേലും തരാം, എവിടെയാന്ന് വെച്ചപ്പോ നീ. എനിക്കൊരു താലി മാത്രം മതി. എന്ത്? വേണു എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിത്തരണം. ഈ മാരേജ് രജിസ്റ്റർ ചെയ്യണം. വേറൊന്നും വേണ്ട. ഞാൻ പിന്നെ ശല്യം ചെയ്യാൻ വരില്ല. ഭാര്യയായിട്ട് അംഗീകരിക്കുകയും വേണ്ട. അമ്പടി, ഇവിടെ അടവ് കണ്ടോച്ചാ. പഠിച്ച കള്ളിയവള്. കെട്ടിക്കഴിഞ്ഞാ പിന്നെ കൊച്ചിന് തന്ന ഞാനാണെന്ന് പറയാലോ. ആണല്ലോ. അച്ഛനെ വിളിച്ച വായോട് ഞാൻ വല്ലതും വിളിച്ച് പറയും കേട്ടോ. എടി ഭയങ്കരി, നിന്റെ മനസ്സിലിരിക്കുന്നു നടക്കാൻ പോകുന്നില്ല. ഞാൻ അമ്പയെ ഉപേക്ഷിക്കുകയില്ല, നിന്നെ കെട്ടുകയില്ല. വേണു, അത് കുഴപ്പമാവും. നമ്മുടെ കൈ നിൽക്കുകയില്ല. നിക്കില്ലെങ്കിൽ വേണ്ട, നമുക്ക് 3 പേർക്ക് കൊണ്ട് ജയിലിൽ പോയി കിടക്കാം. എന്നെ കൂട്ടണ്ട, ഞാൻ രക്ഷപ്പെടും. പേടില്ല. ഞാനും അച്ഛനും അഴി എണ്ണിയാ, നീയും എണ്ണും. എണ്ണിക്കും ഞാൻ. നീ എന്താടാ ഇങ്ങനെ ശത്രുക്കളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നേ? ഗതികേട് കൊണ്ടാച്ചാ. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന ജാരസന്തതിയുടെ അച്ഛനാവേണ്ടി വരുന്നതിനേക്കാൾ നല്ലതേ ജീവപര്യന്തം തടവാ. ഇനി എന്ത് ചെയ്യും? എനിക്കറിയില്ല. അങ്കിള് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചില്ലെങ്കിൽ ശേഷിച്ച കാലം കോടതിയും ജയിലുമായിട്ട് അങ്ങ് കഴിയാം. ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കില്ലേ മോളെ? പേടിപ്പിച്ചതല്ല, നടക്കാൻ പോകുന്ന കാര്യാ പറഞ്ഞത്.
എന്താ നീ ഉദ്ദേശിക്കുന്നത്? നിന്റെ മനസ്സിലെന്താണെന്ന് വെച്ചാ അത് അമ്മയോട് പറ മോളെ. ഞാൻ എന്താ പറയേണ്ടത്? ഇതുവരെ നിനക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നീ മനസ്സിലെന്തോ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വക്കീലുമായിട്ടൊന്നും വരില്ല, ശരിയല്ലേ? എവിടെ പോണോന്നോ ഭാവിയിൽ എന്ത് ചെയ്യണോന്നോ ഞാൻ ആലോചിച്ചിട്ടില്ല അമ്മേ. പക്ഷെ ഒരു കാര്യം ആലോചിച്ച് തീരുമാനിച്ചു. ഈ വീട് വിടണം, ഇവിടുത്തെ താമസം അവസാനിപ്പിക്കണം. വേണുവേട്ടനുമായിട്ടുള്ള താലികെട്ടിയ ഈ ബന്ധം വേണ്ടെന്ന് വെക്കണം. ബാക്കിയൊന്നും തീരുമാനിച്ചിട്ടില്ല. ബന്ധം അവസാനിപ്പിക്കാൻ എളുപ്പമാ. അത് വേണ്ടെന്ന് അമ്മ പറയുകയില്ല. ഇത്തരം ഒരാളിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാവുകയില്ല. എന്തായാലും ഇത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ്. അതൊരു വട്ടമല്ല, പലവട്ടം ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. ഇനി എന്താ ആലോചിക്കാൻ അമ്മേ? സ്നേഹിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ വെറുത്താലും കുഴപ്പമില്ല. പക്ഷേ ഭർത്താവിന് മറ്റൊരു അവകാശം ഉണ്ടായ പിന്നെ അവിടെ നിൽക്കരുത്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. മനസ്സിലാകാത്തത് പിന്നെ നീ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ടില്ലെന്ന് പറഞ്ഞതാ. മോളെ, വേണുവിന്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനായതുകൊണ്ടോ ഒരു നല്ല ഭർത്താവായതുകൊണ്ടോ അല്ല ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞത്. ദുഷ്ടനായാലും ചതികനായാലും ചതിക്കുന്നവനായാലും അയാള് നമ്മുടെ കഴുത്തിൽ കെട്ടിയ താലിയുടെ കരുത്ത് ചെറുതല്ല മോളെ. ആര് ചോദിക്കുമ്പോഴും ഞാൻ ഇന്നയാളുടെ ഭാര്യയാണെന്ന് പറയുമ്പോ സ്ത്രീ അംഗീകരിക്കപ്പെടുന്നു എന്നാണ് അർത്ഥം. ഭർത്താവ് മരിച്ച പെണ്ണിന് സമൂഹം കൊടുക്കുന്ന വില എന്താണെന്നറിയോ? വട്ടപൂജ്യം. കാണുന്നത് ഏത് കണ്ണുകൊണ്ടാണെന്നറിയോ? കഴുകന്റെ കണ്ണുകൊണ്ട്. ഇങ്ങനെ അവസരം പാർത്തിരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് താരി പൊട്ടിച്ച് വെറും കഴുത്തോടെ ഇറങ്ങി പോകരുത്. ഞാൻ പിന്നെ എന്ത് വേണോന്ന് അമ്മ പറയുന്നത്? ഈ അവഗണന മുഴുവൻ ഏറ്റുവാങ്ങി എല്ലാം സഹിച്ച് ഇവിടെ കഴിയണമെന്നോ? അതോ അവളുടെ ഗർഭത്തെ അംഗീകരിച്ച് പ്രസവ ശുശ്രൂഷയും ചെയ്ത് ഇവിടെ കഴിയണമെന്നോ? വേണ്ട, അതല്ല അമ്മ പറഞ്ഞത്. ഉയരത്തിൽ നിന്നുള്ള കൊമ്പിൽ നിന്ന് കൈവിടുമ്പോ നിലത്ത് വീണ് തകരരുത്. ഇനി എന്ത് ചെയ്യണമെന്നൊരു തീരുമാനം ഉണ്ടാവണം, ലക്ഷ്യം ഉണ്ടാവണം. മരുമകളോട് പറയുന്നത് പോലെയല്ല, മകളോട് പറയുന്ന പോലെ അമ്മ പറഞ്ഞത്. നിന്നെ എനിക്ക് അത്രയ്ക്കിഷ്ടം. ആലോചിച്ച ഒരു അന്തവും കിട്ടാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്റെ കാര്യം മാത്രമല്ല ഹരിയേട്ടാ, എനിക്ക് ചുറ്റും പ്രശ്നങ്ങളാണ്. അതിലിപ്പോ എന്റെ അനിയത്തിയുടെ കാര്യം ഒന്നും ആവാതെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറ്റിയൊരു അബദ്ധ അവളെ വേണുഗോപനെ കൊണ്ട് കെട്ടിച്ചത്. ഒരു കുഞ്ഞുമായിട്ട് അവള് വീട്ടിലിരുന്നപ്പോ ഇതിലും സ്വസ്ഥതയുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യാനാ തീരുമാനം? ബന്ധം ഏർപ്പെടുത്തണം. മറ്റൊരു പെണ്ണുകൂടി അവകാശം പറഞ്ഞ് താമസിക്കുന്ന വീട്ടിൽ ഇനി ശരിയാവില്ല. അവനോട് ബന്ധം വേർപെടുത്താൻ പറയാൻ മാത്രം നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? അവനും നീയും തമ്മിൽ എന്താ വ്യത്യാസം? എന്റെ നോട്ടത്തിൽ വേണുഗോപനാ കുറച്ചുകൂടി യോഗ്യൻ. ഒരേ സമയത്ത് രണ്ടുപേരെ അവൻ സ്നേഹിക്കുന്നില്ല. മറ്റവളെ സ്നേഹിച്ചപ്പോ അവന് അംബികയോട് വെറുപ്പായിരുന്നു. നേരെ തിരിച്ച് അംബികയോട് സ്നേഹം കാണിക്കുമ്പോ അവൻ മറ്റവളെ വെറുക്കുന്നു.
കുറച്ചുകൂടി അന്തസ് അതിനുണ്ട് സിദ്ധാർത്ഥ.